ഇത്തവണത്തെ ചാറ്റ് ടോക്സ് ബൈബിളിൽ കുറച്ച് ഫയർ ആണ്. ഞാൻ ഈ ഒരു വ്യക്തിത്വത്തിനെ വളരെയധികം ഇൻട്രോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കണ്ടിട്ട് ഒരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. താങ്കൾ ഒരു പുരുഷ വിരോധിയാണോ? ഒരിക്കലല്ല. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. ഒരിക്കലും ഭയങ്കര ഇഷ്ടമാണ്, സത്യമായിട്ട് ഇഷ്ടമാണ്. ഇതിപ്പോ പെട്ടെന്നുണ്ടായ ഒരു ഇഷ്ടമാണോ അതോ നേരത്തെ? ആദ്യം ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു സംസാരം. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുരുഷൻ കൈ പൊക്കുന്നത് കണ്ടാൽ എനിക്കറിയാം. ഞാൻ ഈ ജസ്റ്റാണ് കാണിച്ചത്. ഈ ജസ്റ്റ് പർട്ടിക്കുലർലി ഞാൻ ദീപകിനെ തന്നെ ഉദ്ദേശിച്ച് കാണിച്ചതാണ്. ഇത് മനഃപൂർവ്വം തട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്പേസിൽ അത് പിടിച്ചിട്ട് നിൽക്കുന്നത്. എനിക്ക് ഇപ്പോഴും തോന്നില്ല, എനിക്ക് നാളെയും തോന്നില്ല. എന്താണ് അവള് പറഞ്ഞത്? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. അപ്പൊ വീഡിയോ കണ്ടിട്ടില്ല കറക്റ്റായിട്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അയാള് എടുത്തത് അയാളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയല്ല. ഒരു സംഭവം നടന്നു, ആ സംഭവത്തിനെ വീണ്ടും റെക്കോർഡ് ചെയ്യാൻ കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടി ഇയാൾ ഇത് ചെയ്യും എന്ന് അവര് സെൻസ് ചെയ്തിട്ട് അവർ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിന്നാണ്. കോയിന്നംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? ആ സമയത്ത് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അത് അഗെയിൻ അതിനി നടക്കും എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാണോ വേണ്ടത്? അവിടെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കണോ വേണ്ട? ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗമോളെ. ആൾക്ക് ഇയാളുടേതായ മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒരാളെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇയാൾക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇപ്പൊ ഐശ്വര്യ ഒരു സംഭവം ഫേസ് ചെയ്തു, അത് സത്യമാണ്. അത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇട്ടു. Why are you bothering about the next day? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? എന്തിനു ഡിലീറ്റ് ചെയ്തു? ഡിലീറ്റ് ചെയ്ത് നെഗറ്റീവ് കമന്റ് അവർക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. എന്തിന് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് ഷിഞ്ചിതയുടെ ലോജിക്കാണ്. അത് എന്നെ ആൻസർ പറയാൻ ഞാൻ ആളല്ല. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്, എന്നിട്ട് നീ തന്നെ ഒരു സമാധാനം ഉണ്ടാക്ക്. ഒരു കുപ്പി ഇച്ചിരി വെള്ളം എടുത്ത് വെക്കാൻ പറ. പച്ചക്ക് കേൾക്കാൻ കൊള്ളുകയല്ല തന്റെ ഗുണവതിയാർ. ആ സ്ത്രീ അത്ര വൃത്തികെട്ട രീതിയിൽ ഒരു തരം താഴ്ന്ന രീതിയിൽ മാർക്കറ്റിംഗ് ഉണ്ടാക്കാനുള്ള ഒരു സ്ത്രീയാണെന്നുള്ള രീതി എനിക്ക് തോന്നില്ല. ഇയാളുള്ളിൽ ഇപ്പോഴുണ്ട്. ഒരു സ്ത്രീയുടെ ശരീരത്ത് പുരുഷൻ ഇങ്ങനെ തൊടുമ്പോൾ അവൾ ഇങ്ങനെയോ ഉണ്ടെന്ന് കണ്ടില്ലേ? ഇപ്പൊ ചിരി താങ്ങാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതിനെ റിയാക്ട് ചെയ്യുന്ന. ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരുത്തൻ കയറി പിടിച്ചാൽ ചിരിക്കുന്നതിന് ഒന്നില്ലെങ്കിൽ അവൾ അത് എൻജോയ് ചെയ്യുന്നു. ഇത്രയും വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്ന പുരുഷന്മാർ ഇത്ര ഭംഗിയായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിട്ട് ആ തോട്ട് പ്രോസസ്സിലാണ് അവർ ചിരിച്ചതെങ്കിലോ? അത് എന്തുകൊണ്ട് ഈ വ്യക്തി ഇത്രയും ചെയ്തു എന്നാണോ? അയാൾ 5 മിനിറ്റില് പീഡിപ്പിച്ചിട്ട് പോകുന്ന ആൾക്കാരോട്. ഇതാണ് കേശും സാമിയണ്ണനും പറഞ്ഞ വേഗിലി. പക്ഷെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോയി ചായേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങോട്ട് ചായിട്ടില്ല, അവർ നിന്ന സ്പേസിൽ നനങ്ങിയിട്ടില്ല സ്ത്രീ. അപ്പൊ ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര? പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പറയുന്ന സൂസൈഡ് റേറ്റ് കൂടുതൽ പുരുഷന്മാർക്കാണ്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ അറിയില്ല. മേ ബി അഡ്രസ് ചെയ്യാൻ അറിയത്തില്ല. അവര് ആൾക്കാർക്ക് പണി കൊടുത്തിട്ട് മരിച്ചു പോകുന്ന ആൾക്കാരെ മിക്കവാറും ആ സ്ത്രീകളാണ് കിടന്ന് കഷ്ടപ്പെടുന്ന അവസാനം മരിച്ചിട്ട്. പുതിയ തീപ്പൊരി പറക്കും. When I listen to your question, I feel like you are a rigid person who is believing morality. Maybe. ഇങ്ങനെ പോയാൽ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഷിഞ്ചിത തെറ്റുകാരിയല്ല. എന്താ പ്രൂഫ് നിങ്ങളുടെ കയ്യില്? ഷിഞ്ചിത തെറ്റുകാരിയല്ല, അയാളത് ചെയ്തു എന്നുള്ളത് എന്റെ കാഴ്ചയിൽ അത് ക്ലിയർ. നിനക്കെന്താ പ്രാന്തണ്ടാ ജോയെ? നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? അപ്പൊ ഈ ജാമ്യം കൊടുക്കാത്ത ജഡ്ജി ആരാ? അപ്പൊ അവരുടെ കാഴ്ചപ്പാടാണ്. അത് വ്യക്തിയാണ്, ഒരു വ്യക്തിയാണ്. ഞാനായിരുന്നു ജഡ്ജിങ്കില് ഞാൻ അതിന് ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? ഇവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. Well done, girl. Well done.